ധൂപം പോ പ്രാർത്ഥന സ്വീകരിക്കാം. നിനുവര്യാചന അതുപോലെ ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ ഏറ്റുകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകലമനുഷ്യരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിലൊരുവനും തന്റെ പിതാവിനോട് ജീവനോട് കൂടി തുല്യമായി വഹിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രിയേ
കേട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും പരിശുദ്ധമുള്ള സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് സ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അവർ അബദ്ധബുദ്ധികളായ അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പേൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീന അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പേൻ. ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ പരിശുദ്ധമുള്ള എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ റൂഹാണ് നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് കരുണകൾക്ക് ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലിൽ പ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികമായി കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ും
അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരമായി ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളുടെ തിരിച്ചുവരവിൽ ഇഷ്ടമുള്ളവനും കുറ്റക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവനും വിളിപ്പിൻ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവൻ ഞാൻ തുറന്നെന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുമെന്നും അരുളി ചെയ്തവനുമായ തനിക്ക് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹോശോ ഉപകുലസ്മാൻ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളെ ഓർക്കാതെ വണ്ണം മായ്ച്ച് ഇല്ലാതെയാക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവമക്കളുടെയും പാപങ്ങളും നിന്റെ സ്നേഹാനുണത്താൽ വായിച്ചു നല്ലവനെ ദേതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപാന്മാരെയും വിശുദ്ധിയും ബോധമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണയും ദൈവമാണെന്ന് മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി രാജാവായ മശിഹായി ഞങ്ങൾക്ക് പാപപരിഹാരം നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനമുള്ള ശിക്ഷകളും കോപത്തിന്റെ പടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്ക് നൽകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമല്ല ഇപ്പോഴും ഞങ്ങളും കരേറ്റുവാനായിട്ട് തന്നെ. ഹോശോ ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവും ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരമായുള്ളവേ തിരുമുൻപാകെയും തന്റെ പ്രസന്നതയെങ്കിൽ അഗ്നിമയന്മാർ ഭ്രമിക്കുകയും തന്റെ ദർശനം മൂലം ആത്മമയന്മാർ ഇളകുകയും ചെയ്യത്തക്കവനായുള്ളവേ തിരുമുൻപാകെയും ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രാഫ്യന്മാർ ശുശ്രൂഷിക്കുന്നത് പോലെ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ ദൈവത്വത്തിന്റെ വന്യങ്ങളായ രഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുന്നുവല്ലോ. കർത്താവേ, തിരുസന്നിധിയിലും പരിശുദ്ധ മദ്ബഹായുടെ ഭാഗ്യം വിശുദ്ധിയോടെ നിന്ന് വിശുദ്ധ മേശയെങ്കിൽ നിന്ന് വെടിപ്പോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ധാരാളമായുള്ള നിന്റെ കരുണകളാൽ ഞങ്ങളെ നീ പുണ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പത്തെയും മീഞ്ഞനെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദേഹികളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും നീ ശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ സകല ചെളിയും ഞങ്ങളിൽ നിന്ന് തുടച്ചു കളയണമേ. ഇമ്പമുള്ളവയും മലിനതയിൽ അറ്റവയുമായ യാഗങ്ങൾ അർപ്പിക്കുകയും നിന്റെ വിശുദ്ധർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഒരുമിച്ചും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ കരേറ്റുവാനായിട്ട് തന്നെ. ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ്,
പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധ റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്യപിതാവിന്റെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാം ജനം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് എന്ന നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിധപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും ലിപിമാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധ റൂഹായിലും കാതോലിക അപ്പോസ്തലവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ എഴുന്നേൽപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തീകീർത്തനങ്ങൾ 435 പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര ആഴ്ച സമർപ്പിക്കാവുന്നത്രേ. ക്രിസ്തീകീർത്തനങ്ങൾ 435. സ്തോത്രത്തിൻ ഗാനം പകലും നിന്നാഥൻ കൃപയിൻ വന്ദാനം പാപങ്ങളെല്ലാം പോക്കുന്നു നാഥൻ വേദനയെല്ലാം നീക്കുമെൻ നാഥൻ പാപങ്ങളെല്ലാം
പിതാവേ, ഇടവകയായ കുടുംബങ്ങളായ വ്യക്തികളായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഈ ആരാധന സമൂഹം അവിടുത്തെ നന്മയ്ക്ക് വേണ്ടിയും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അവരോട് കൂടെ ഇരിക്കണമേ. അർപ്പിച്ച കരങ്ങളെയൊക്കെ ശക്തീകരിക്കണമേ. നിൻ്റെ കൃപ നിൻ്റെ മക്കൾക്ക് കൂട്ടായിരിക്കണമേ. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ തൊക്കെ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവമേ, നിൻ്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചതിൻ്റെ പ്രതീകമായി ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവോടുകൂടെ കേൾക്കണമേ. ആമേൻ. വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നല്ലോ. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നുവല്ലോ. ഇന്ന് സഭയായി 31-ാം തീയതി രാത്രി 1-ാം തീയതി ചിന്തിക്കുവാനായിട്ട് സഭ നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ: യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും കൊടുക്കത്തില്ല. മീൻ ചോദിച്ചാൽ മീൻ തന്നെ കൊടുക്കും. എന്തായാലും പാമ്പിനെ കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഒരു കമ്പാരിസൺ ഭയങ്കരമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് എത്രയോ നന്നായിട്ട് ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. എവിടൊക്കെയാണോ നമ്മുടെ യാചനയുടെ ശബ്ദത്തിൽ നിൽക്കുന്നത് അവിടെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പക്ഷേ യാചിക്കുന്നതിനപ്പുറമായിട്ടും കിട്ടും. രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന ശിഷ്യന്മാരുടെ മനസ്സിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മീൻ മാത്രമേ ഉള്ളൂ. ഒന്നും കിട്ടിയില്ല, മീൻ മാത്രമേ കിട്ടണമെന്ന് അവരുടെ മനസ്സിലുള്ളൂ. പക്ഷേ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കിട്ടുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, വാ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അത് അധികമായിട്ടാണ് കിട്ടുന്നത്. അർദ്ധരാത്രി വരുന്ന സ്നേഹിതനെ പറ്റി നമ്മൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ വന്ന് മുട്ടുമ്പോൾ അകത്ത് കിടക്കുന്ന ആൾ പറയുന്നുണ്ട്, തരാൻ പറ്റത്തില്ല, ഇത് പിള്ളേരെല്ലാം ഉണരും, പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, പിന്നെ മുട്ടുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് 3 അപ്പം വായ്പ ചോദിക്കാൻ വന്നവനാണ്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ലൂക്കോസ് 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവന് വേണ്ടുന്നിടത്തോളം കൊടുത്തു എന്നാണ്. 3 അപ്പമല്ല കൊടുത്തത്, അവന് വേണ്ടുന്നിടത്തോളം അവന് ആവശ്യം പോലെ കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ചോദിക്കുന്നവർക്കെല്ലാം നൽകുന്ന ഒരു ദൈവമാണ് എന്നുള്ളതാണ്. യാചിക്കുന്നവർക്കെല്ലാം നൽകുന്ന ഒരു ദൈവമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ നമ്മുടെ
നമ്മൾ കേട്ടിട്ടുള്ള ഒരാളിനെ പറയാം. അവരുടെ പേര് ശീലാവതി എന്നാണ്. ശീലാവതി. നമ്മൾ സാധാരണ ഒരാളെ കളിയാക്കി പറയും, എന്താണ് അവൾ വലിയ ശീലാവതിയാണ് നമ്മൾ പറയുന്നൊരു വാചകമാണ്. ഈ ശീലാവതിയുടെ ഒരു പ്രത്യേകത അവരുടെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നാണ്. ഇപ്പം അങ്ങനെയുള്ള സ്ത്രീകളില്ല, അല്ല അന്നത്തെ കാലത്തെ പറയുകയാണെങ്കിൽ ഭയങ്കര ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം ഭർത്താവിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു. അപ്പോൾ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഹർഷി അവിടെ വരുന്നത്. മഹർഷി വന്ന് കുറേ നേരമൊക്കെ അവിടെ നിന്നണക്കുകയും ഈ പുള്ളിക്കാരിക്ക് അവർ അനക്കവുമില്ല, അവർ ഭർത്താവിനെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യൻ ആ സമയത്തേക്ക് മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പോഴവൾ പെട്ടെന്ന് ഇത് ചെയ്തു, പറഞ്ഞു, നീ ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ഈ എന്നെ പോലുള്ള ഒരാൾ വന്നിട്ട് കാണാതെ മൈൻഡ് ചെയ്യാതെ നിന്നപ്പം നാളെ സൂര്യൻ ഉദിക്കുമ്പോഴത്തേന് നിൻ്റെ ഭർത്താവിൻ്റെ പരിപാടി അത് തീർത്തു തരാം എന്ന് പറഞ്ഞു. ആ സ്ത്രീ സൂര്യനോട് പറഞ്ഞു, ഉദിക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടാൻ തയ്യാറല്ല, സൂര്യനോട് ഉദിക്കരുതെന്ന് പറഞ്ഞു. സൂര്യൻ അവസാനം പെട്ടുപോയി. അവസാനം സൂര്യൻ പറഞ്ഞു, ഞാൻ ഉദിക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഈ മഹർഷി പോയി കാല് പിടിക്കുന്നുണ്ട്, ഭർത്താവിനെ രക്ഷപ്പെടുത്തിക്കോ, സൂര്യൻ ഉദിച്ചോളാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യാചിക്കുമ്പോഴാണ് കിട്ടുന്നതെന്നാണ്. ആ സ്ത്രീ പറഞ്ഞു, പറ്റില്ല, എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ നമ്മൾ സാധാരണ പറയുന്നൊരു ഒരാളുടെ പേരാണ് കുചേലൻ. കുചേലൻ എന്ന് പറഞ്ഞ ഒരാൾ കേട്ടിട്ടുണ്ടോ? കുചേലന് ചേല എന്ന് പറഞ്ഞ എന്നാ? ചേല. എന്നില ശുദ്ധനും ചേലയില്ലാത്തോനും. ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം. കുചേലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീർണിച്ച വസ്ത്രമുള്ളവൻ, കീറിപ്പറഞ്ഞ വസ്ത്രമുള്ളവൻ, അതാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ദ്വാരകയിലെ രാജാവായിരിക്കുന്ന കൃഷ്ണനും കൂടെ ഒന്നിച്ച് പഠിച്ചത്, സാന്ദീപനി എന്ന് പറഞ്ഞ മഹർഷിയുടെ കൂടെ ഒന്നിച്ച് പഠിച്ചവരാണ് രണ്ടുപേരും. അപ്പോൾ ഈ കുചേലൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ കൂടെ പഠിച്ച കൃഷ്ണൻ ഇപ്പോൾ ദ്വാരകയിലെ രാജാവാണ്, നമ്മളിവിടെ പട്ടിണി കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പോയി അവിടെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അയാൾ എന്തെങ്കിലും തരും ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ യാചിക്കാനായിട്ട് ആ മനസ്സ് മുഴുവൻ എന്തെങ്കിലും എനിക്ക് എൻ്റെ പട്ടിണി മാറണമെന്നുള്ള ഇതുകൂടെ അയാൾ പോന്നേ. കയ്യിൽ ഒരു ഇച്ചിരി എന്താ യേശുദാസിൻ്റെ പാട്ടുണ്ടല്ലോ, ഒരു പിടി അവലുമായി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. കുറച്ച് അവലൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ദ്വാരകയിലെ കൊട്ടാരത്തിൽ കൃഷ്ണനെ കാണാനായിട്ട്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങളൊക്കെ നൽകിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ലജ്ജ കൂടാതെ മുട്ടുന്ന നിമിത്തം യാചിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. 2024 നിങ്ങളുടെ യാചനയുടെ ശബ്ദം ദൈവം കേൾക്കുകയും നിങ്ങൾക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ മേൽ പ്രദാനം ചെയ്യുകയും ചെയ്ത ഒരു ദൈവം 2025 നിങ്ങളുടെ യാചനയുടെ ശബ്ദം കേട്ട് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് സഭയുടെ നാമത്തിൽ ഞാൻ പറയുന്നത്. അതായത് 2024 നമ്മുടെ യാചനയുടെ ശബ്ദത്തെ മറികടക്കാത്ത ദൈവം 2025 നമ്മുടെ യാചനയ്ക്ക് അവൻ മറുപടി നൽകും എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് അന്വേഷിപ്പിൻ. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും എന്നാണ്. ആകാശത്തോട്ട് നോക്കുന്നവർക്കെല്ലാം നക്ഷത്രം കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ വിദ്വാൻമാർ ആ നക്ഷത്രം കണ്ടപ്പം അവർ അന്വേഷിച്ച് പോവുകയാണ്. ഇത് പോയി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അന്വേഷിച്ച് പോയിട്ടാണ് അവർ കർത്താവിനെ കണ്ടുപിടിക്കുന്നത്. ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് കൈ കിട്ടിയാൽ എല്ലാം സ്വീകരിക്കാമെന്നുള്ള നിലയിലാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് കർത്താവിനെ അന്വേഷിച്ച് പോകുന്നതായിട്ടുള്ള വിദ്വാൻമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നയമാൻ എന്ന് പറയുന്ന ആളിനോട് ഒരു അടിമ പെൺകുട്ടി പറഞ്ഞു, നിൻ്റെ ഈ അസുഖമെല്ലാം മാറാനായിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, നീ അവിടെ വരെ ചെന്നാൽ ചിലപ്പം കാര്യം സാധിച്ചു പോരാ. ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ടുള്ള അന്വേഷണത്തിലാണ് നയമാൻ എലീശയുടെ അടുക്കിലേക്ക് വരുന്നതും അവന് സൗഖ്യമായിട്ട് പോകുന്നതും നമ്മൾ മനസ്സിലാക്കണം. ഈ അന്വേഷണം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. മോശ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന നടക്കുകയാണ്, അപ്പോൾ ഒരു മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തുകയാണ്. അപ്പം എന്താണ് വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത്? അതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായി? അതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട്. നമ്മളാണ് എന്ത് ചെയ്തേനെ, കുഴപ്പമില്ല കത്തട്ടെ എന്നുള്ള നിലയിൽ നിന്ന് അവൻ അങ്ങനെ ചെയ്തില്ല. അത് എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ പോയി. അന്നേരം ആ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ എപ്പോഴും കാണാൻ പറ്റുന്നത് തീച്ചൂളയുടെ മധ്യത്തിലാണ്. അതുകൊണ്ടാണ് ശദ്രക് മേശക്ക് അബേദ്നെഗോവിനെ തീച്ചൂളയുടെ മധ്യത്തിൽ നിന്ന് ദൈവം അവരെ 4 പേരെ കണ്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
ആ അന്വേഷണത്തിലാണ് മോശയോട് പറയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അവരെ ധൈര്യപ്പെടുത്താനായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ അന്വേഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ, ഒരു ധ്യാന പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഒരു തേനീച്ച 1 കിലോ തേൻ 1 കിലോ തേൻ ഉണ്ടാക്കും എന്നാണ്. ഒരു തേനീച്ച 1 കിലോ തേൻ. അപ്പോൾ നമ്മൾ 1 കിലോ ഇത്രയല്ലേ ഉള്ളൂ എന്നാ. 20 ലക്ഷം പൂക്കളിലെങ്കിലും അത് പോയി ഇരുന്നിട്ടാണ്. 20 ലക്ഷം. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തോരു അന്വേഷണമാണ് ഇതിന് ചെയ്യുന്നതെന്ന്. 20 ലക്ഷം പൂക്കളിൽ പോയിരുന്നിട്ടാണ് 1/2 ലിറ്റർ അല്ലെങ്കിൽ 500 ഗ്രാം തേൻ അതുണ്ട്. അതുകൊണ്ടാണ് ആ അത്രയും അന്വേഷണം ഉള്ളതുകൊണ്ടാണ് ആ തേന് ഭയങ്കര സ്വാദാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏത് കാര്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പം പച്ചിരുമ്പ് നമ്മൾ എടുക്കുകയാണ്. പച്ചിരുമ്പിന് 1 കിലോയ്ക്ക് എന്തോ ഉണ്ട് വില എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കൂടിപ്പോയാൽ 100 രൂപ കിട്ടും. സ്ക്രാപ്പിനാണെങ്കിലും അത്രയൊക്കെ കിട്ടത്തുള്ളൂ. നമ്മളെ പറ്റിക്കുകയും ചെയ്യും. എന്നാലും പോട്ടെ, 100 രൂപ കിട്ടും. എന്നാൽ ഈ പച്ചിരുമ്പ് തന്നെ നിങ്ങൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് മുറുക്കി അതിനെ ആണിയായിട്ടൊന്ന് രൂപാന്തരപ്പെടുത്തിയാലേ ഈ 100 രൂപ അല്ല 1 കിലോ ആണിക്ക് കിട്ടുന്നത്. വ്യത്യാസമാണ്. അന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് 300 രൂപ കിട്ടും. എന്നാൽ ഈ ആണി തന്നെ അല്ല, അത് കുറച്ചും കൂടെ നമ്മൾ കാറിനൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രിങ്ങായിട്ട് അതിനെ നമ്മൾ രൂപപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ 200-നും 300-നും കിട്ടുകയല്ല, 1000-കണക്കിന് രൂപ കിട്ടും. അപ്പോൾ എത്രമാത്രമാണ് നമ്മുടെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, യാചന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾ യാചിച്ച് നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യമാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പം ഈ ദാവീദ് രാജ്യമെല്ലാം പിടിച്ചെടുത്തു. 2 ശമൂവേലിലുള്ളത് രാജ്യമെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം ഇനി ആരും ഉപദ്രവിക്കാനില്ല. ശൗലും ചത്തു, എല്ലാവരും പോയി, ആരും ഉപദ്രവിക്കാനില്ല. അപ്പോൾ അവിടെ ദാവീദ് പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ യഹോവയുടെ നിമിത്തം ആരോടെങ്കിലും കരുണ കാണിക്കണമോ എന്ന് അന്വേഷിച്ചു എന്നാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഈ ശൗലിൻ്റെ 2 കാലും മുടന്തനായിട്ടുള്ള ഒരു പയ്യനുണ്ട്, അവൻ്റെ പേര് മെഫീബോശത്ത് എന്നാണ്. മെഫീബോശത്ത് എന്ന് പറഞ്ഞാൽ ലജ്ജ ഇല്ലാതാക്കുന്നവനാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്വേഷിക്കുകയാണ് ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പണ്ട് ഈ വലിയ വലിയ തറവാടുകളിലൊക്കെ ചോദിക്കുമായിരുന്നതാണ്, അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്താഴപ്പട്ടിണിക്കാരുണ്ടായിരുന്നു എന്ന് പറയാതെ കിട്ടുമോ എന്നറിയത്തില്ല, എന്തായാലും അങ്ങനെ ചോദിക്കുമായിരുന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേശത്ത് ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു അന്വേഷണമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കൊച്ചുദേശയുടെ വീടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലെ പോകുന്നവർക്ക് ദാഹിക്കുന്നെങ്കിൽ ഇവിടുന്ന് വെള്ളം കുടിക്കാം, ഇതിലെ പോകുന്നവർക്ക് വിശക്കുന്നെങ്കിൽ ഇവിടെ ആഹാരം കഴിക്കാം, ഇതിലെ പോകുന്നവർ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശ്രമിക്കാം എന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ഇടയാറമുളയിലെ വീടിന് മുമ്പിൽ അദ്ദേഹം എഴുതി വെച്ചതുകൊണ്ടാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം പ്രധാനമാണ്. നമ്മുടെ വീടിന് മുമ്പിലുള്ള ബോർഡിനെ പറ്റി ഞാൻ പറയത്തില്ല. നമ്മുടെ വീടിന് മുമ്പിൽ എഴുതി വെച്ചേക്കുന്ന ബോർഡിനെ പറ്റി, പട്ടിയുണ്ട് കടിക്കും, ഇതാണ് നമ്മുടെ വീടിന് മുമ്പിലുള്ള ബോർഡ്. ഒരുത്തൻ ആ വീട്ടിൽ കയറത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം നേരത്തെ ഒരു 4 അടി മതിലായിരുന്നെങ്കിൽ ഇപ്പം 12 അടിയായി. അത് ഒരിക്കലും കയറത്തില്ല, ആരും കയറാനായിട്ട് വരുന്നില്ല. നമുക്ക് അന്വേഷിക്കണ്ടേ ഈ ദേശത്ത് കർത്താവിൻ്റെ കരുണ വേണ്ട ആളുകളില്ലേ? നമ്മൾ യാചിച്ച് നമ്മൾ തന്നെ തിന്നാൽ മതിയോ? ഈ ദേശത്ത് വേദനയും പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ അന്വേഷിക്കണ്ടായോ? ആ അന്വേഷണമാണ് സഭ നമ്മളെ ഏൽപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ കാര്യം ഞാൻ നിങ്ങളെ ഈ സമയത്ത് പ്രിയമുള്ളവരെ ഓർപ്പിക്കുകയാണ്. എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരാൾ ഒരു തമാശയായിട്ട് പറഞ്ഞാണ്, ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ, ഇന്ന് ആപ്പിൾ എന്ന് പറയുന്നത് ഒരു പഴം മാത്രമല്ല, നമ്മുടെ മിക്കവാറുമുള്ള ഗാഡ്ജറ്റ്സ് എല്ലാം ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച ഒരാളായിരുന്നു. അയാളുടെ ചെറുപ്പത്തിൽ നല്ലപോലെ പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ നാട്ടിൽ സുലഭമായിട്ട് കിട്ടിയ സാധനം, അയാൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള സാധനം ആപ്പിളായിരുന്നു. അതുകൊണ്ട് അയാൾ ഈ സൂത്രം കണ്ടുപിടിച്ചപ്പോൾ അവൻ ആപ്പിൾ എന്ന് പേരിട്ടത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. അത് ഞാനിത് പറയാൻ വന്നതല്ല, ഇത് ഈ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ തലയിലോട്ട് ആപ്പിൾ വീണെന്നാണ് പറയുന്നത്. ഒരന്വേഷണമായിരുന്നു. ഇനി നമ്മുടെ തലയിലാണ് വീണെങ്കിലോ? ഇത് നേരെ വായിലോട്ട് വീഴാൻ എന്താണെന്നായിരിക്കും നമ്മൾ അന്നേരം ചിന്തിക്കുന്നത്. ഇത് നേരെ വായിലോട്ട് വീണാൽ കൂടുതൽ സൗകര്യമായിരുന്നല്ലോ, ഇത് തലയിലാണല്ലോ എന്ന് എപ്പോൾ എടുക്കൊണ്ട് വരണം. അയാളുടെ തലയിൽ വീണപ്പോൾ അയാൾ അന്വേഷിച്ച്, ഇതെന്താ ഇങ്ങനെ താഴോട്ട് വന്നേ,
ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മളെ അനുദിന ജീവിതത്തിൽ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സംഗതിക്കകത്തിൽ നമുക്കൊരു അന്വേഷണം ആവശ്യമായിട്ടുള്ളതാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യാൻ ഈ കുർബാനയ്ക്ക് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുമ്പോൾ ഞാൻ ഈ കാപ്പായും കൂടെ അവരെ ഇങ്ങനെ ബ്ലസ് ചെയ്യും. എത്രയോ വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. എത്ര വർഷമായിട്ട് ഒറ്റ ഒരുത്തം ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കയിൽ ഞാൻ ചെന്നപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, ചെറിയ പയ്യനാണ്, 8-9 വയസ്സേ ഉള്ളൂ. അച്ഛോ ഐ ഹാവ് എ ഡൗട്ട്. ഞാൻ പറഞ്ഞു എന്താടാ പറഞ്ഞു, എന്തിനാണ് അച്ഛൻ ഈ എന്നെ ബ്ലസ് ചെയ്യും? അവന് കുർബാനയെന്ന് കൊള്ളാൻ പ്രായമല്ല, ചെറിയ പയ്യനാണ്, 8-9 വയസ്സേ ഉള്ളൂ. കുർബാനയ്ക്ക് വേണ്ടി ഞാൻ വരുന്ന സമയത്ത്, മുട്ടുകുത്തി വരുന്ന സമയത്ത് അച്ഛൻ എന്നെ ബ്ലസ് ചെയ്തിട്ട് ഈ കാപ്പ എനിക്ക് വെച്ച് ബ്ലസ് ചെയ്യുന്നത് എന്തിനാ? ഞാൻ പറയും, മോനെ നല്ല ചോദ്യമാണ് ചോദിച്ചത്, നീയെങ്കിലും ഇത് അന്വേഷിച്ചല്ലോ എന്തിനാണ് ഇയാൾ ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ എല്ലാ അനുഗ്രഹവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്, നീ തെറ്റിദ്ധരിക്കരുത്, അച്ഛൻ്റെ അനുഗ്രഹമാണ് കിട്ടുന്നതെന്ന്. ആ സമയത്ത് എനിക്ക് നൽകാൻ പറ്റുന്നത് സഭ നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ അനുഗ്രഹമെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയണേ, അച്ചോ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്ന് എനിക്കിപ്പോൾ ചിന്തയായി. നേരത്തെ ഒരു ചെറിയ ഒരു ബ്ലെസ്സിങ് എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. എന്നാൽ ഇത് ദൈവത്തിൽ നിന്നാണല്ലോ വരുന്നതെന്ന് പറഞ്ഞപ്പം എനിക്കിത് കൂടുതൽ ആവേശമായത് പറഞ്ഞു. നമ്മുടെ അന്വേഷണങ്ങൾ വളരെ ആവശ്യമാണ്. ഏത് കാര്യത്തിനാണ് നമ്മുടെ അന്വേഷണങ്ങൾ ആവശ്യമാണ്. ആ അന്വേഷണങ്ങളില്ലാത്ത ജനം ഒരിക്കലും വളരാൻ പോകുന്നില്ല. അന്വേഷണങ്ങൾ ഉണ്ടാവണം. എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. വേദപുസ്തകത്തിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചവർക്കെല്ലാം ഉത്തരം കിട്ടിയിട്ടുണ്ട്. തോമസ് പറഞ്ഞു, ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പൊട്ടത്തരം പറയുന്നതാണ്, ഞാനിതൊന്നും സമ്മതിക്കത്തില്ല, എനിക്കിത് കാണണം. ആ അന്വേഷണം വളരെ പ്രധാനമാണ്. കർത്താവ് പറഞ്ഞു, നിന്നെ കാണിച്ചേച്ചേ പോകുന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് അത് വരുന്നത്. അങ്ങനെ അവർ ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്വേഷണം എന്ന് പറയുന്നത് രണ്ടാമത്തേത്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിന് അതിൽ അവസാനിച്ച് ഇനി അനഫോറായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ പ്രാർത്ഥന അച്ഛൻ ചോദിക്കും. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിപ്പിന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പാട്ടിൻ്റെ റെസ്പോൺസ് എന്താണ്? കർത്താവേ നിൻ വാതിലിൽ ഞങ്ങൾ മുട്ടുന്നു എന്നാണ് പറയുന്നത്. മുട്ടുന്നു എന്നാണ് പറയുന്നത്. നോക്ക് അറ്റ് ദ ഡോർ. മുട്ടുകയാണ്. ഈ വാതിലിൽ മുട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹന്നയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ദേവാലയത്തിൽ പോയി മുട്ടുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പല സന്ദർഭങ്ങളിൽ അവളുടെ വേദന കൊണ്ടും പ്രയാസം കൊണ്ടൊക്കെ അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്നാൽ അതിനപ്പുറമായിട്ട് ദേവാലയത്തിൽ ചെന്നിട്ട് മുട്ടുകയാണ്. എനിക്കൊന്ന് മണിക്കൂറുകളോളം അവൾ പ്രാർത്ഥിച്ചില്ലേ അവിടെ? നമ്മൾ പോയി പ്രാർത്ഥിച്ച പോലെ ഈ പൂരമാണോ ചെയ്യുന്നത്? അല്ല, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് പുരോഹിതൻ പോലും അവൾ കരഞ്ഞ് 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 വായിൽ നിന്ന് യഥാർത്ഥത്തിൽ ശബ്ദങ്ങൾ വെളിയിലോട്ട് വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്ന പുരോഹിതൻ പറയുന്നുണ്ട്, അല്പസ്വല്പം അടിച്ചാവുന്നു വന്നേക്കുന്നില്ലേ എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം. അത്ര മണിക്കൂറുകൾ ആ സ്ത്രീ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഈ മദർ തെരേസയെ പറ്റി മദർ തെരേസ തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നടന്നൊരു സംഭവം അവർ എഴുതിയിട്ടുണ്ട്. അവർ അത്ര ഈ മദർ തെരേസ ആവുന്നതിന് മുമ്പ് സിസ്റ്റർ ആഗ്നസ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൽക്കട്ടയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ ശക്തമായിട്ട് നടന്നു വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഒരു ദിവസം വലിയ സാമ്പത്തിക ശേഷികളൊന്നുമില്ല, വലിയ പ്രയാസത്തിലാണ്. ആ സമയത്തൊരു മനുഷ്യനെ ഈ അമ്മയെ കാണാനായിട്ട് വന്നു. പറഞ്ഞു, എൻ്റെ മകന് ഭയങ്കര അസുഖമാണ്, ഈ മരുന്ന് വേണം, ഈ മരുന്ന് വാങ്ങിച്ചു തരണം. അപ്പോൾ അവർ നോക്കി പറഞ്ഞു, അവരുടെ കയ്യിൽ പൈസ ഇല്ല. അവർ പറഞ്ഞു, പൈസ ഇല്ല, തരാൻ പൈസ ഇല്ല, മരുന്നുമില്ല. പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുട്ടി മരിച്ചു പോകും, എങ്ങനെങ്കിലും ഈ മരുന്ന് വാങ്ങിച്ചു തരണം, എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അവർ ഭയങ്കര സങ്കടമായി. കഷ്ടമാണല്ലോ, ഈ കൊച്ചു ചത്തുപോകും, മരുന്നില്ലെങ്കിൽ ചത്തുപോകും, ഈ കൊടുക്കാൻ പൈസയുമില്ല, മരുന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ വന്ന അപ്പൻ വളരെ വിഷമിച്ച് ഇങ്ങനെ വേദനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് ഈ മദർ പറഞ്ഞു, ബാ ബാ എന്ന് പറഞ്ഞിട്ട്
ഈ പ്രാർത്ഥന മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ മുട്ടുകയാണ്. ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. മരുന്ന് നിനക്ക് തരാമെങ്കിൽ മരുന്ന് തരണം. ഇനി മരുന്നില്ലെങ്കിൽ മരുന്നില്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കണം. ഇതാണ് പ്രാർത്ഥന. അവിടുന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പം അതുവരെ വന്നിട്ടില്ലാത്ത ഒരാൾ അവിടെ വരികയാണ്. അപ്പോൾ അയാൾ വന്നപ്പം പറഞ്ഞു, മദറെ, ഇവിടെ രോഗികളൊക്കെ വരുന്ന സ്ഥലമല്ലേ, ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉള്ള വരുന്നവരല്ലേ, അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കുറേ മരുന്നുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതിവിടെ തരാം, ആരെങ്കിലുമൊക്കെ ഇവിടെ വരുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആണോ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് തുറന്ന് കാണിച്ച്. തുറന്നപ്പം ഈ അപ്പൻ കൊണ്ടുവന്ന കുറിപ്പടിയിലെ മരുന്നുകൾ ഈ സ്നേഹിതൻ്റെ കൈവശമുണ്ട്. ആ മരുന്നുകളെടുത്ത് ആ അപ്പൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞിന് കൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. അവർ തന്നെ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. അവരതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: മുട്ടുവിൻ, നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടി തുറക്കും എന്നുള്ളതാണ്. അപ്പോൾ യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും; അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വാതിലുകളെ തുറന്നിരിക്കും. ഒരു സംശയവും വേണ്ട. മുട്ടി വിളിക്കുന്നവരുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കുന്നവനല്ല ദൈവം. മുട്ടി വിളിക്കുന്നവരുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കുന്നവനല്ല, അവരുടെ മുമ്പിൽ ഈ വാതിലുകൾ തുറന്നു തരുന്നവനായിട്ടുള്ളൊരു ദൈവമാണ് നമുക്ക് വേണ്ടി ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് 2025 പ്രവേശിക്കുമ്പോൾ ഈ 3 ചെറിയ വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. കർത്താവേ, യാചന മാത്രമല്ല, അന്വേഷണം മാത്രമല്ല, തിരുസന്നിധിയിൽ ഒരു നാണവുമില്ലാതെ മുട്ടിക്കൊണ്ടിരിക്കാൻ. അവിടെ ഈ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ ഈ ഒരു വിധവയായിട്ടുള്ള ഒരു അമ്മയുടെ ഇതൊക്കെ ഉണ്ട്. ന്യായാധിപനോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ലജ്ജ കൂടാതെ ചോദിച്ചുകൊണ്ടിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും 2025 നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ, ഒരു സമൃദ്ധിയുടെ വർഷമായിട്ട് തീരും എന്നുള്ളത് ദൈവമക്കളെ ഞാൻ നിങ്ങളെ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മളെ കരുതുന്നൊരു ദൈവമുണ്ട്. ഇവിടെ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരിക്കലും പാമ്പിനെ കൊടുക്കത്തില്ലല്ലോ, സ്വർഗസ്ഥനായ പിതാ. അതുകൊണ്ട് ഭൂമിയിലുള്ള അപ്പനേക്കാളിൽ വലിയ ഒരാളാണ് സ്വർഗീയ അപ്പൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും നമുക്ക് വേണ്ടത് അറിഞ്ഞ് നൽകുന്നവനായിട്ടുള്ളൊരു ദൈവം, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമുക്ക് നൽകുന്നവനായിട്ടുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 വാചകങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. പുതിയ വർഷം നിരാശപ്പെട്ടു പോകരുത്, ഒരു ഘട്ടത്തിലും നിങ്ങൾ തളർന്നു പോകരുത്, ഒരു ഘട്ടത്തിലും നിങ്ങൾ തകർന്നു പോകരുത്. ഞങ്ങൾ തകരത്തില്ല, ഞങ്ങൾ നിരാശപ്പെടത്തില്ല, ഞങ്ങൾ സങ്കടപ്പെടത്തില്ല. യാചിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്നൊരു ദൈവം, അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് കണ്ടെത്തുന്നൊരു ദൈവം, മുട്ടിയാൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ഉറപ്പോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയരെ, ആ ഉറപ്പിലാണ് ഞങ്ങളെല്ലാം ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം നമുക്ക് പ്രയാസങ്ങളൊക്കെ തോന്നി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ശാന്തിഗിരിയിൽ അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത്, കോവിഡിൻ്റെ സമയത്തൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ പോയിട്ടുണ്ട്. 80 രോഗികളുണ്ട്, അവർക്കുള്ള മരുന്ന് എങ്ങനെ കൊടുക്കും? പിന്നെ അതോടൊപ്പം തന്നെ അവിടെ 10-20 സ്റ്റാഫുണ്ട്, അവരുടെ ശമ്പളം എങ്ങനെ കൊടുക്കുന്നതൊക്കെ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, സാധാരണ മുത്തൂറ്റുകാർ ആർക്കും പൈസ കൊടുക്കത്തില്ല, മുത്തൂറ്റുകാർ. അപ്പം ഞാൻ ഒരു മുത്തൂറ്റിലെ ഒരാളിനോട് പറഞ്ഞു, കുറച്ച് പൈസ തരാമോ ശാന്തിഗിരിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് തരാച്ചാന്ന് പറഞ്ഞു. അപ്പം ആ പൈസ ബാങ്കിൽ അവർ അയച്ചു തന്നു. അപ്പോൾ എന്നോട് ഡയറക്ടർ ബോർഡിലുള്ള ഒരാൾ പറഞ്ഞു, ലോകത്തിൽ ഇതുവരെയും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് മുത്തൂറ്റുകാർ പൈസ കൊടുത്തായിട്ട് ചരിത്രമില്ലച്ചോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുട്ടിയാൽ തുറക്കാത്ത വാതിലുകളൊന്നുമില്ല, അങ്ങനെയാണ് ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലെ മുട്ടിയാൽ തുറക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോഴേ ലിസി കെ പൊന്നച്ചൻ പ്രാർത്ഥിക്കും. ഞങ്ങളെ ഇളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ആണ്ടിൻ്റെ ഭാരപ്പെടുന്നവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. രോഗക്കിടക്കയിലൊക്കെ ആയിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ താങ്ങിക്കൊള്ളണം കർത്താവേ. ആശ്രയിപ്പാൻ ആരുമില്ലാതെ നിരാശപ്പെടുന്നവരുണ്ട് കർത്താവേ. അവർക്കൊക്കെ ആശ്വാസത്തിന് നായകനായ ഇവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തിക്കൊള്ളണം കർത്താവേ. ഇടവേളയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിൻ്റെ ചുമതലക്കാരെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ.
അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കർത്താവെ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ചെയ്ത് കർത്താവെ ആ നല്ല ദാസനെന്നും വിളി കേൾക്കുവാൻ കർത്താവെ അവിടുന്ന് എല്ലാവരെയും അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ നാമം മഹത്വം എടുക്കുവാൻ ഇടയാകണം കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ അടിയുടെ ദേശത്ത് പ്രവർത്തിച്ച എല്ലാ വൈദികരെയും കുടുംബമായ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേകം ദൈവമക്കളുടെ പ്രാർത്ഥന അടിയുടെ ദേശത്തിന് അടിയുടെ ഇടവകയ്ക്ക് അടിയുടെ ഭവനത്തിനൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു കർത്താവെ. ഇന്ന് അടിയുടെ ദേശത്ത് ഒക്കെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ കുടുംബമായ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിരുന്ന ഇടങ്ങളിൽ കാത്തു പരിപാലിച്ച് ഇന്നടിയുടെ ദേശത്ത് കർത്താവെ അങ്ങയുടെ വചനവും കർത്താവെ അവിടുന്ന് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും കൊടുത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ജാതിമതഭേദം എന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനൊക്കെ കൊടുത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഇടവകയുടെ ചുറ്റുപാടുകളുള്ള എല്ലാ ഭവനങ്ങളെ ഏൽപ്പിക്കുന്നു, ഞാൻ ആ ജാതി മതസ്ഥരെ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരും അങ്ങയിലേക്ക് കർത്താവെ തിരിഞ്ഞ് കർത്താവെ അങ്ങയുടെ നാമം മഹത്വം എടുക്കുവാൻ അവിടുന്ന് ഇടയാകണം കർത്താവെ. കൊച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ധൈര്യവും ബലവും പകർന്ന് കൂടെ പ്രവർത്തിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ധാരാളം കൃപകളാണ് നിറച്ചു കൊള്ളണം കർത്താവ്. ഞാനും കൊടുത്ത പൈതങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ്. അവരുടെ വളർച്ചയിലെ അവരുടെ പോക്കിലെ വരവിലെ അവരുടെ പഠന മേഖലയെല്ലാം അങ്ങയുടെ കരങ്ങളിലാണ്. അങ്ങയുടെ ദൃഷ്ടി അവരുടെ മേലിരിക്കണം കർത്താവ്. അടിയങ്ങളുടെ യൗവനത്തിലായിരിക്കുന്ന പൈതങ്ങളെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോലിക്കും പഠനത്തിനുമൊക്കെയായി പല ദേശങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. അവരവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കാത്തു പരിപാലിച്ചു കൊള്ളണം കർത്താവ്. പുതിയ വർഷം കർത്താവെ അടിയങ്ങൾക്ക് അനുഗ്രഹത്തിനിടയാകണം കർത്താവെ. ഹല്ലേലൂയ. അടിയങ്ങളുടെ കുറവുകളൊന്നും ഓർക്കല്ലേ കർത്താവെ. കുറവുള്ള പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിൽ കേൾക്കപ്പെടും. താഴ്മയെ അപേക്ഷിക്കുന്നു, കൃപയുടെ ഉത്തരവ്. ആമേൻ. കർത്താവിൻ്റെ മെസ്സിയിൽ നിന്ന് കഴിക്കുവാനായി ഒരുക്കി വന്നിരിക്കുന്നവർക്ക് ആയിരിക്കും എഴുന്നേറ്റ് നിന്ന് സഭയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാവ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിയ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു നിന്നെ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവൻ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മദ്ബഹായിൽ കത്തിച്ചിരിക്കുന്ന മെഴുകുതിരികളുമായിട്ട് വെളിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുന്നു. ആ സമയത്ത് ഗായക സംഘം ഇന്നേ ഓളം തുണച്ചോനെ എന്നുള്ള പാട്ട് പാടും. നിങ്ങളുടെ കയ്യിലെല്ലാവർക്കും മെഴുകുതിരി നൽകിയിട്ടുണ്ടാവും. ആ സമയത്ത് എല്ലാവരും ഈ മെഴുകുതിരികൾ വന്ന് കത്തിക്കണം. ആ സമയത്ത് ഗായകസംഘം ഇന്നേ ഓളം തുണച്ചോനെ എന്നുള്ള പാട്ട് പാടും. അത് കത്തിച്ചതിന് ശേഷം മെഴുകുതിരി കത്തിച്ചതിന് ശേഷം നമ്മുടെ ഇടവകയുടെ സെക്രട്ടറി 65-ാമത്തെ സങ്കീർത്തനം നമ്മളെ വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷം പുതിയ വർഷത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നതുകൊണ്ട്
സ്തോത്രത്തിൻ്റെ ഗാനം, നമ്മൾ ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് നമ്മളെല്ലാവരും ചേർന്ന് പാടും. അതേ തുടർന്ന് പ്രാർത്ഥന ആശീർവാദത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ അവസാനിക്കുകയും ചെയ്യും. അത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. എല്ലാവരുടെയും കയ്യിൽ മെഴുകുതിരി ഉണ്ടാവും. മദ്ബഹായിലുള്ള 6 മെഴുകുതിരിയും വെളിയിലോട്ട് വരും. വിശുദ്ധ കുർബാന 4ാമത്തെ റൂഷ്മായ്ക്ക് ശേഷം ഈ മദ്ബഹ അടയ്ക്കത്തില്ല. 6 മെഴുകുതിരികളോട് ഞങ്ങൾ വെളിയിലേക്ക് വരും. എല്ലാവരും മെഴുകുതിരി കത്തിക്കുക, ഗായസംഘം പാട്ടുകൾ പാടുക, 65-ാം സങ്കീർത്തനം വായിക്കുക, തുടർന്ന് ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് പാടുക, പ്രാർത്ഥന ആശീർവാദത്തോടുകൂടി. എല്ലാവർക്കും കേക്കും കാപ്പിയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതും എല്ലാവരും അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പരസ്പരം ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് നമുക്ക് പോവുകയും ചെയ്യാം. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. സകലത്തിന്റെയും ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യ സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും തത്വത്തിൽ നിന്നോട് ഏകത്തുള്ളവനുമായ പരിശുദ്ധ റൂഹാതമരാനും സ്തുതിയും സ്തോത്രമെല്ലാം ഇപ്പോഴും ഞങ്ങൾ കരയേറ്റുവാനായിട്ട് തന്നെ ഹോശോ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം മണക്കണം. കരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ വസിക്കുകയും താണ കാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കാൻ നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ വണങ്ങിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനും ആധിപത്യം എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും
വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യാവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ആ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമുടയവനായ പിതാവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്തോത്രമാകുന്ന വലിയ നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നെ കൊണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടവായിരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ സൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരങ്ങളും അശരീരികളുമാകുന്ന വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റീസോനവാസന്മാരും സുൽത്താനന്മാരും ബൗബേന്മാരും മാറാവാസന്മാരും ഹൈലേന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോപകളും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാർത്തുപാടിച്ചുള്ള ആറാറുള്ള ശ്രാപ്യന്മാരും സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. പാപികളായ നമുക്ക് വേണ്ടി മനസ്സോട് മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ത്രീയന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിലും കലർത്തിയതായ കാസയും അവനെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ത്രീയന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ധനികർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പത്തിന്റെ ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം നാളിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീ വിധിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവർക്കും പ്രതിപകരം ചെയ്യുന്നതായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത് ബുദ്ധമായി രക്തം കൂടാതെ യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യരുതേ. എന്നാലോ നിന്റെ കരുണ നിമിത്തം നിന്റെ മക്കളായ ഞങ്ങളുടെ പാപങ്ങളെല്ലാം മായിച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നീ മുഖാന്തരം നിന്റെ പിതാവിനോടും ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ,
ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്ത് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസയിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിരുദ്ധക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്ന് അവസാനത്തോളം അവനെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റും. ഹോശോ കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെ, ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡാഷ്യസ് മർത്തോമാ പെത്രാപൊലീത്തെ, ഞങ്ങളുമായി ഈ സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡൽമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിമാർ കുറിയലോസ്, യോസഫ് ബാർ ബെർമോസ് എന്നീ സമഗ്രൻ മെത്രാപോലിത്തമാരെയും തോമസ് മാർ തീത്തോസ്, ഐസക് മാർ വിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കോറിയസ്, ഈഗോറിയസ് മാർ സ്തഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രേം, യോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സഫാരി എന്നീ എപ്പീസ്കോപ്പന്മാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടത്തിനടുത്ത എല്ലാവരെയും സന്നദ്ധർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. സത്യവിശ്വാസം മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ അർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിക്ഷാവധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളോട് ന്യായവിസ്താരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ല തിരുസന്നിധി കുറ്റമറ്റവൻ ഒരുത്തനുമില്ലാത്തത് കൊണ്ട് അവൻ മുഖാന്തരം കരുണകളും പാപമോചനവും കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. ചെയ്തു പോയിട്ടുള്ള സകല കുറ്റങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച് ആശ്വസിപ്പിക്കണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയിൽ
വർദ്ധിപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവരെ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദിവസത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇടവകയും മറ്റുമായി നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. 2024 നമ്മളെ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും അവരിലൂടെ നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ചായിട്ടുള്ള സംഭാവനകളെയും പ്രാർത്ഥന കൂട്ടായ്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ മരിച്ചുപോയവരും നമ്മൾ ഒരുമിച്ച് കല്ലറകളിൽ നിന്ന് എഴുന്നേൽക്കുന്നതായിട്ടുള്ളൊരു പ്രത്യാശ നമുക്ക് ദൈവം പറയാൻ നൽകിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോഴേ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവനോടെ ഇരിക്കുവാൻ തമ്പുരാൻ അനുവദിച്ച് ഈ ദേശത്താക്കിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു ദേശത്ത് ഒരു മലയുടെ മുകളിൽ ഇങ്ങനൊരു ദേവാലയം ഈ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി, മധ്യസ്ഥ ചെയ്യുവാനായി ഒരു കൂട്ടം വിശ്വാസികളെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നമ്മളിലൂടെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. നമ്മളിലൂടെ ഈ ദേശത്തിന് സൗഖ്യവും സമാധാനവും ഉണ്ടാവണം. അതിനായി നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയും മുറ്റുമായി നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ശാരീരികമായി ക്ലേശിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്. പ്രായധിക്യം കൊണ്ടും ക്ഷീണം കൊണ്ടും പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ മുറിഞ്ഞ കരം കർത്താവെ ആവശ്യപ്പിച്ച് കർത്താവ് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. സ്വർഗീയ ഭണ്ഡാരം അവർക്ക് തുറന്നു കൊടുക്കണമേ. കർത്താവെ അവരെ ധനമുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവധിക്കൊക്കെ നാട്ടിലേക്ക് വന്നിരിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തിരിച്ച് പഠനത്തിനായി പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവധിക്ക് പ്രിയപ്പെട്ടവരുമായി ചേർന്ന് ക്രിസ്മസ് പുതുവർഷത്തിന് വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കും. അവരൊക്കെ നാട്ടിൽ ചെലവഴിക്കുന്ന സമയം അനുഗ്രഹകരമായ രീതിയിൽ ചെലവഴിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാലാരിഷ്ടം അവർ വിടുവിക്കപ്പെടുവാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കാം. യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സംഘടനകളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ 13 പ്രാർത്ഥനാ യോഗങ്ങളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ കൈസാന സമിതി അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് നല്ല സാക്ഷ്യമുള്ളൊരു ഇടവകയായി തുടർന്ന് നിലപ്പാൻ തക്കണ കർത്താവ് സഹായിക്കണമേ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളൊരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അതിൻ്റെ അനുഗ്രഹത്തിനായിട്ടും അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, ഞങ്ങളുടെ ബലഹീനമാകുന്ന കരങ്ങൾ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതിനപ്പുറമായി സ്വർഗത്തിലെ കരം നീട്ടി ഞങ്ങളെല്ലാവരെയും നീ സഹായിച്ചോളണമേ, അനുഗ്രഹിച്ചോളണമേ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടും ഉള്ള ദേവാലയങ്ങളെ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയും കരുതലും നമ്മളെല്ലാവരും അവരും ഒരുപോലെ അനുഭവിക്കാൻ തക്കോണം സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. കടപ്പെട്ടിരിക്കുന്ന നല്ല വിഷയങ്ങൾ നമുക്ക് ദിവസത്തിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് കഴിഞ്ഞ നാളുകളൊക്കെ ലഭിച്ചതായിട്ടുള്ള 2025 ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സമൃദ്ധിയുടെ ഒരു വർഷമാക്കി തീർക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് ദിവസത്തിനെതിരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്കും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് സംഗ്രഹിക്കുകയും ചെയ്യാം. ക്രോപന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും സ്രാഫ്യന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വേഗമുള്ള സൈന്യങ്ങളെ 1000-1000-ങ്ങളാലും 10,000-10,000-ങ്ങളാലും പൊഴുത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്കണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, പിടിപ്പുള്ള ഹൃദയത്തോടെ ലജ്ജകൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കോണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യമന്തമില്ലാത്തതും അന്ത്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ആദരവോടും
കർത്താവേ, ദൈവങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധി മിടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായി പരിശുദ്ധനാകുന്നു. ആമേൻ. പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വലിയേറിയ പീഡാനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുണ്ടാകുന്നതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായി നമ്മോടുകൂടെ. കർത്താവിൻ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുള്ള പതുക്കത്തിനുമായ പരിപാലിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ അകത്താ നിന്റെ അടിയാർക്ക് പാപബോധനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ കാണപ്പെടാവുന്നല്ല നിന്റെ വലുതരം നീട്ടിക്കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും
ഞങ്ങളുടെ കർത്താവ് ദൈവം തിരുസലമോപസാദനുമായ കാലത്താഴ്ച മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരീരങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധകരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശൽ വഹിച്ചിരിക്കുന്നതിന്റെ മേൽ, കൊടുക്കുന്നതിന്റെ മേലും കൈക്കൊള്ളുന്നതിന്റെ മേലും അനുഭവിക്കുന്നതിനുമായ എല്ലാവരുടെ മേലുണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. പൊറിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ കർത്താവിന്റെ ശരീര രക്തങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ കൈക്കൊള്ളുവേ. അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സകലമടങ്ങിയിടുന്നവോ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സകലമടങ്ങിയിടുന്നവോ. ജലഭേദവാദം തീർന്നു ജലികളൊന്നായിടുന്നു. ജലഭേദവാദം തീർന്നു ജലികളൊന്നായിടുന്നു. യുഗജാതിയും മുതിർന്നു ജനമോദം പാടിയിടുന്നു. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സകലമടങ്ങിയിടുന്നവോ. കാനനങ്ങൾ പൂക്കുമേ സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ. അതു കാനനങ്ങൾ പൂക്കുമേ സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ. അത് സുവിശേഷ കൂടി മനുടെ ജയം കൊണ്ടാടി. അത് സുവിശേഷ കൂടി ജയം കൊണ്ടാടി. ഉന്നതമായൊരു ജനം സന്നിധി പാടി വസിക്കും. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സകലമടങ്ങിയിടുന്നവോ. സിയോനിൽ നിന്നുണ്ടാകും ആജ്ഞാവിശേഷം മനിടമെല്ലാം അതു കേൾക്കും. അത് സിയോനിൽ നിന്നുണ്ടാകും ആജ്ഞാവിശേഷം മനിടമെല്ലാം അതു കേൾക്കും. മനമന്ത്രി പ്രജകൾ എന്നിവരെല്ലാവരിലും മനമന്ത്രി പ്രജകൾ എന്നിവരെല്ലാവരിലും ഒന്നുപോലെ വസിച്ചിടും വന്ന് സത്യാനുഗ്രഹങ്ങൾ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സകലമടങ്ങിയിടുന്നവോ. കാട്ടുപാമ്പോടൊത്തു വിളിക്കും കുട്ടികൾ. കാട്ടുപാമ്പോടൊത്തു വിളിക്കും കുട്ടികളെല്ലാം വട്ടമുണ്ടാകയില്ലേതുമേ.
സദരമടഞ്ഞിടുന്നവോ. വാളുകുന്തങ്ങൾക്കെല്ലാവശ്യം കൊഴുക്കലായി ചലപോകാനാകുമായവ. വാളുകുന്തങ്ങൾക്കെല്ലാവശ്യം കൊഴുക്കലാക്കി ചലപോകാനാകുമായവ. നലുദിക്കും സമാധാനം ചലവി പരന്നിരിക്കും. നലുദിക്കും സമാധാനം ചലവി പരന്നിരിക്കും. വളരെടുക്കയില്ലാരുമേ ചേരുകേടില്ലെന്നാരുമേ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സദരമടഞ്ഞിടുന്നവോ. ഹല്ലേലൂയ ഗീതം പാടുമേ യെരൂശലേമും. ഹല്ലേലൂയ രാഗം പാടുമേ. ഹല്ലേലൂയ വാനത്തിലും ഹല്ലേലൂയ ഭൂമിയിലും. ഹല്ലേലൂയ വാനത്തിലും ഹല്ലേലൂയ ഭൂമിയിലും. ഹല്ലേലൂയ മാലാഖമാ ചൊല്ലുമേ മനുഷ്യരെല്ലാം മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സദരമടഞ്ഞിടുന്നവോ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സദരമടഞ്ഞിടുന്നവോ. ക്രിസ്തീയ കീർത്തനങ്ങൾ 266.
സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായിൽ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും ആവിധിക്കും പ്രതികാരത്തിനുമായിട്ട് ഭവിക്കാതെ പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായിട്ട് ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണനിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞാൻ കുറ്റം വിധിക്കപ്പെടാതെ പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ടും ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുവാനായിട്ട് തന്നെ. ഹോശോ വബുകുലസ്വാൻ വൽമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ചായച്ചിറങ്ങിയെന്ന വലിയ അത്ഭുതമായ ദൈവമേ, ഞങ്ങൾ നിന്നെ നിന്റെ ജനകനായ പിതാവായ ദൈവത്തെ പരിശുദ്ധ വരാനെയും ഇടപെടാ സിദ്ധാന്തക്കോണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എപ്പോഴും സർവകാലത്തേക്കും തന്നെ. തിരുസഭയെ നീ സ്ഥിരമാം പാറമേൽ ഉറപ്പിക്കണമേ. ഭരണക്കാരെ നിൻഭുജത്താൽ നീ കാത്തിടണമേ. പട്ടക്കാരെയും ശംശാനരെയും അലങ്കരിക്കണമേ. കാറോയരെയും ഗായകരെയും ശോഭിപ്പിക്കാം. പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വുകൾക്ക് ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന പാടുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധി മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രിതരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സമാധാനവും ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താൽ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. സംഘം ഇപ്പോൾ ഇന്നോളം തുണച്ചോനെ എന്നുള്ള പാട്ട് ഇപ്പോൾ പാടും. Yo
65 സങ്കീർത്തനം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകലജടവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലം ആയിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായ നിൻ്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ഭൂമിയുടെ എല്ലാ ആർദികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ ബലമലക്കി കെട്ടി തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമനത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ച് ഉല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കിയവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ വിളവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ അതിനെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിൻ്റെ പാതകൾ പുഷ്ടി വഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി വഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. യോഗ്യമാകുന്നു പാറയ്ക്കുമ്പോൾ. പ്രിയമുള്ളവരെ, 2025 പ്രവേശിപ്പാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുവല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാനല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ദൈവം വരാൻ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം നൽകിയ, ആയുസ് നൽകിയ ദൈവത്തിന് ഇടവകയായി ഒന്ന് വരെ പള്ളി വരെ പല സാഹചര്യം കൊണ്ടൊന്നും വരാൻ പറ്റാതെ പോയവരുണ്ട്. വിദേശത്തായിരിക്കുന്നവരുണ്ട്. പഠിക്കാനായിട്ട് ദൂരെ പോയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് 2025 അവർക്കും ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ, നമ്മുടെ മനസ്സുകളിലേക്ക് വരട്ടെ. നമുക്ക് ഈ വർഷം നമുക്കൊരു സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായി തീരുമാനമാക്കണം. ദൈവമക്കളെല്ലാവരും മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണമേ. നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം പാടാം. ദൈവത്തിൻ്റെ സ്തോത്രം എന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഗായക സംഘത്തോടുകൂടി ചേർന്ന് ആ പാട്ട് പാടി നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം കരയറ്റാം. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തിൽ എന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തിൽ എന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഒറ്റ ഒരു സ്റ്റാൻസായും കൂടെ നമുക്ക് വൻകൃപയിൽ എന്നും എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻസായും കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് പൊഴുവാനായിട്ട് പൗലോസ് പറയുന്ന പോലെ കർത്താവിൻ്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ. നീ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിൻ്റെ ചുമലിൽ നീ ഏറ്റു. കാൽവറിയിലെ നിൻ്റെ യാഗത്താൽ ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കർത്താവ് നിത്യമായിട്ടുള്ളൊരു രക്ഷയെ നീ സാധ്യമാക്കി തന്നല്ലോ. ആ സ്നേഹത്തിന് പകരം പറയാനായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവ്, ഞങ്ങൾ കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുന്നവരായിട്ട് കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും ജീവിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളിപ്പോൾ വായിച്ചപ്പോൾ കേട്ടതുപോലെ നീ സംവത്സരത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമാണല്ലോ.
കുന്നുകളിൽ ഉല്ലാസം ധരിക്കുന്നുവെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. പർവ്വതങ്ങളിലെല്ലാം ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത് നീ മാത്രമാണ് കർത്താവ്. നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചത്, ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സൗന്ദര്യം, ഞങ്ങളുടെ കൂട്ടായ്മക്കാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, കർത്താവ്, എല്ലാം ഞങ്ങളുടെ ജോലി എല്ലാം നിൻ്റെ ദാനമാണ്. നിൻ്റെ അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവെ. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ പുല്ലങ്കോട് ദേശത്ത് താമസിക്കുന്ന ഞങ്ങളെ സമ്പൂർണ്ണമായി ഇന്ന് രാത്രികാലം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിലാണ് കർത്താവെ. അവർ പലരും ശരീരം കൊണ്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ശാരീരികമായ ക്ലേശം കൊണ്ട് വരാൻ പറ്റാതെ പോയവരുണ്ട്. കർത്താവ് എവിടെയായിരുന്നാലും കർത്താവിൻ്റെ കരുണ അവരോട് കൂടെ ഇരുന്ന 2025 എല്ലാ സമൃദ്ധിയും അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, കഴിഞ്ഞ ഒരു വർഷം 2024 താൽക്കാലികമായ ജീവിതം അവസാനിപ്പിച്ച് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിനായിട്ട് നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. അവരെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയോ ഒട്ടും യോഗ്യത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടല്ല, എന്നാൽ കർത്താവെ സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് നിനക്ക് സ്തുതി. അതുകൊണ്ട് കർത്താവ്, ഞങ്ങൾ മരിച്ചു പോയവരും ഞങ്ങളും ഈ കല്ലറകളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കാനായിട്ട് പുറപ്പെടുവന്നു. ആ നിത്യയുടെ തീരത്ത് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കാണാം. പേർ വിളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പേരും കാണുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കാൻ തക്കവണ്ണം ഈ പുതിയ വർഷവും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയും മുറ്റുമായി ഏൽപ്പിക്കുന്നു. 13 പ്രാർത്ഥന യോഗങ്ങളിൽ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇടവേല കൈസാൻ സമിതി അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടവേല ചുമതലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്നവർ, പിഞ്ചു കുഞ്ഞുങ്ങൾ എല്ലാവരും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രായത്തിലുള്ളവരെ, ക്ഷീണത്തിലുള്ളവരെ, ചെറുപ്പക്കാരെ, സ്ത്രീകളെ എല്ലാവരെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിനക്ക് നൽകുവാനായിട്ടുള്ളത് ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങളാണ്. എൻ്റെ യഹോവയുടെ പാനപാത്രം സകല ജനവും കാണുക. ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ്, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഈ രാത്രി ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. കർത്താവിൻ്റെ പുണ്യം നൽകുന്ന ശരീരവും രക്തവും കഴിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കുന്നുണ്ട്. നിനക്ക് സ്തുതി. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും നന്മകളോടും കൂടെ ഒരു പുതിയ വർഷത്തിലേക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് ഞങ്ങൾ പോകുന്നല്ലോ. തമ്പുരാൻ, ഇനി ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നിടം വരെ നീ ഞങ്ങളെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. കുറവുകളൊക്കെ ഒത്തിരി ഉണ്ട് കർത്താവേ, എന്നാലും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവിനോട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. പുതിയ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമുള്ളവരും ദൈവകൃപയുള്ളവരുമായി കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും അന്ത്യത്തോളം നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവരോട് കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാവണം. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്രോതലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കും. ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു വരണമേ. എന്തുകൊണ്ട് ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എന്നോടുകൂടെ ഒരുങ്ങുവാൻ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകലവിധമായ ദോഷങ്ങളിൽ നിങ്ങളെ കാത്തുമറയ്ക്കുകയും സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും പുതിയ വർഷത്തിൻ്റെ എല്ലാ സമൃദ്ധിയാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിറയ്ക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഈ സമയത്ത് ഇടവയ്ക്ക് വേണ്ടി ഞാൻ നേരുന്നു. പുതിയ വർഷം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ. ഇപ്പോൾ എല്ലാവർക്കും കേക്കും കാപ്പിയും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പരസ്പരം ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തതിന് ശേഷം ശാന്തമായ ഭവനങ്ങളിലേക്ക് പോകാവുന്നതുമാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അപ്പം അവിടെ ഇല്ലേ?